എല്ലാവരെയും ആദ്യമായി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് ചെയ്യുന്നത് ഒരു ബ്രേസർ കട്ടിംഗ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏതായാലും പെരുന്നാളും വിഷുവൊക്കെ വരുന്നത്, അപ്പോൾ നമുക്ക് കൂടുതൽ ഡ്രസ്സുകളുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അതുകൊണ്ട് മറക്കാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഷെയറും ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് അതിൻ്റെ ലൈനിങ് ആണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുക. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഏകദേശം 13.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടുന്നത് ബ്ലൗസിന്. അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടി വെച്ചിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ നമ്മൾ 10.5 ഇഞ്ചാണ് വെക്കുന്നത്. അതുപോലെ 41 ഇഞ്ച് ഇതിൻ്റെ ലൂസുണ്ട് മുകളിലത്തെ വശം. അപ്പോൾ നമ്മളതിൽ 10.25 വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അടിവശം 32 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മൾ 9 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ടക്കടിക്കേണ്ട തുണിയാണ് 1 ഇഞ്ച്. ബാക്ക് വശം കഴുത്ത് കുറച്ച് കൂടുതലുള്ളതാണ്. അപ്പോൾ നമ്മളത് ബ്ലൗസ് തന്നെ വെച്ചിട്ട് ബ്ലൗസ് ഇതുപോലെ പിടിച്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ബ്ലൗസ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം. നമുക്ക് വേണ്ടുന്ന അനുസരിച്ചാണ് 4.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വൃത്തിയായിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു 6.5 ഇഞ്ച് റിഗാള് മാർക്ക് ചെയ്യാം. നമ്മൾ സൈഡ് ഈ സ്കെയിലിൻ്റെ ഈ വശം വെച്ചിട്ടാണ് സൈഡ് മാർക്ക് ചെയ്യേണ്ടത്. ഷേപ്പുള്ള വളം. ടക്കിന് 3.5 ഇഞ്ച്. ബാക്ക് പീസാണ്, ഫ്രണ്ടല്ല. അപ്പോൾ പ്രത്യേകം ഓർക്കുക. നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുണി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തിങ്ങെടുത്തു. ഇപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫ്രണ്ട് പീസാണ്. സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പീസ് മറിച്ചിങ്ങനെ വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് കൂട്ടി വെക്കുക.
ബാക്ക് പീസിനേക്കാൾ 1.5 ഇഞ്ച് ഫ്രണ്ട് കൂട്ടി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കഴുത്ത് സെയിം ബ്ലൗസിൻ്റെ അതേ അളവ് തന്നെ ഇതേപോലെ ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ്. നമ്മളിതിൻ്റെ ഇവിടെ ഒന്ന് 1.5 ഇഞ്ച് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇതേ ഷേപ്പിൽ അതിനുശേഷം നമ്മൾ ബ്രേസർ കട്ടിങ്ങിന് വേണ്ടുന്ന പീസ് ഇവിടെ നിന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഡോട്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. 10.5 ഇഞ്ച് വെക്കുക. ഇതേപോലെ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ തുണി. നേരത്തെ ലൈനിങ് കട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈനിങ് വെച്ചിട്ട് കട്ടി തീർക്കണം. എല്ലാ പീസും ഇതുപോലെ ലൈനിങ് വെച്ച് കട്ടി തീർക്കാം. ഫ്രണ്ട് പീസ് സെയിമായി വെച്ച് നമ്മുടെ ഈ കട്ട് ബാൻഡിൻ്റെത് ഇതേപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്തിങ്ങ് മാറ്റണം. ഇതേപോലെ മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ബ്ലൗസ് തയ്ക്കാൻ പോവാണ്. ആദ്യം അതിൻ്റെ കട്ട് ബാൻഡാണ് തയ്ക്കുന്നത്. ഇപ്പോൾ 3 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ പീസിനും. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഡാഷ് ഇടാൻ പോവാണ്. കൈ കട്ട് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടില്ല. അത് മനസ്സിലാക്കാൻ ഞാൻ ഇതിനു മുമ്പേ ചെയ്ത വീഡിയോ കാണുക. മോഡേൺ ഡ്രസ്സുകളുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ചെയ്യാം. നമ്മളിതിൻ്റെ താഴത്തെ വശത്തെ ഡാൾസ് ഇട്ടിരിക്കുന്നത് നമ്മളതിന് പ്രത്യേക തരത്തിൽ ഒരു തയ്യൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ ഇതിലേക്കൂടെ ഒരു തയ്യലിട്ട് കൊടുക്കുക. ഇതുപോലെ ഉണ്ടാവുക താഴത്തെ ഡാൾസ് ഇട്ടാൽ. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതായിട്ട് ബ്ലൗസിൻ്റെ നല്ല
നല്ല വൃത്തിയായിട്ടത് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തയ്ക്കുന്നത്. അതുപോലെ ബാക്കി എല്ലാ ഡാൾസും ചെറുതായിട്ട് സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചു കൊടുക്കാം. നമ്മളിതിൻ്റെ ഡാൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഡാൾസും ഇട്ടിട്ടുണ്ട്. 4 ഡാൾസ്. ഇതുപോലെ എല്ലാ ഡാൾസും ഇട്ടിട്ടുണ്ട്. അതുപോലെ ബാക്കിൻ്റെ ഡാൾസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അതിൻ്റെ അടിവശത്ത് ഒരു പീസ് വെച്ചിട്ട് നമ്മളിതിൻ്റെ ബാൻഡ് പിടിപ്പിക്കാൻ പോവാണ്. ഇതുപോലെ വെച്ചിട്ട് നൂലിലേക്കൂടെ വെച്ച് ഒരു തയ്യൽ. നമ്മളിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴുത്തടിക്കാൻ പോവാം. അപ്പോൾ കഴുത്തിന് നമ്മൾ പീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് സിംഗിൾ പീസായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ചിലർ ഇതിങ്ങനെ മടക്കിയിട്ട് ഡബിളായിട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ വെച്ച് കൊടുത്താൽ ബ്ലൗസിൻ്റെ കഴുത്ത് ഫിനിഷിങ് ഉണ്ടാവില്ല. നമ്മൾ കഴുത്ത് തയ്ച്ചിട്ടുണ്ട്. ഇതേപോലെ സിംഗിളായിട്ട് ആവശ്യമുള്ള വീതിക്ക് ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡിലേക്കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. നമ്മളിതിൻ്റെ കൈ ഫിറ്റ് ചെയ്യാൻ പോവാണ്. കൈ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് തുടങ്ങണം. ഇതുപോലെ സെൻറ്ററിൽ, കൈയുടെ സെൻറ്ററിൽ. പിന്നെ ബാക്കും ഫ്രണ്ടും മാറിപ്പോകരുത്. ഈ കുഴിഞ്ഞിട്ടുള്ള ഭാഗം ഫ്രണ്ടിൽ വരണം. ഇതുപോലെ കൈയടിക്കുക. ഈ കൈ അതുപോലെ തന്നെ